എനിക്ക് തോന്നുന്നു മാരേജ് ഈസ് നോട്ട് നെസസറി. എവരിവൺ ഹാവ് ഇറ്റ്സ് ഓൺ ഫ്രീഡം, ഇറ്റ്സ് ഓൺ റൈറ്റ്സ്. ഒരു അച്ഛനോ അമ്മയ്ക്കോ അവരുടെ പിള്ളേരെ നന്നായിട്ട് നോക്കാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ആ കൊച്ചിനെ ഉണ്ടാക്കാൻ പാടില്ല. മോഡറേറ്ററുടെ ചോദ്യം നിങ്ങൾ ആരും ആൻസർ കിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വേറെ എന്തൊക്കെയോ പറയാണ്. അതല്ല ചോദ്യം. എനിക്ക് ഒരെണ്ണം കൂടി വേണം. കെട്ടിപ്പിടിക്കാൻ ഒരെണ്ണം വേണം, തല വെക്കാൻ വേറെ ഒരെണ്ണം വേണം. ഇതെന്താ ഞങ്ങൾ ഇവിടെ 5-6 എണ്ണം ഇങ്ങനെ കിടക്കുന്നെന്ന് വെച്ച് നിങ്ങൾക്ക് കയറി നിരങ്ങാനുള്ളതാ? ഡാസ്ലർ ഓൾ ഡേ ലിപ് കളറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആത്മവിശ്വാസം നമ്മുടെ ചുണ്ടുകളിലുണ്ടാകും. മായാത്ത സൗന്ദര്യം, സ്മച്ച് പ്രൂഫ്, നോൺ ട്രാൻസ്ഫർ, ലോങ് ലാസ്റ്റിംഗ്, വാട്ടർ പ്രൂഫ്. കൊക്കും ബട്ടറിന്റെ സമൃദ്ധിയോടെ 50-ലധികം നിറങ്ങളിൽ ഡാസ്ലർ ഓൾ ഡേ ലിപ് കളർ, നിങ്ങളുടെ പെർഫെക്റ്റ് മാറ്റ് ഫിനിഷ്. Ladies and gentlemen, now we are moving on to the second round. ഒരു ഡിബേറ്റ് റൗണ്ട് ആണ്, ഡിസ്കഷൻ റൗണ്ട് ആണ്. സോ നമ്മുടെ 15 കോണ്ടസ്റ്റന്റ്സിനെ നമ്മൾ 3 ടീമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സോ അനുശ്രീ ചേച്ചിയാണ് മോഡറേറ്റർ. സോ എന്താണ് ടോപ്പിക് ചേച്ചി? അതായത് ഫസ്റ്റ് ഓഫ് ഓൾ സംസാരിക്കുന്നവർ എല്ലാവരും മലയാളത്തിൽ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കണം. അതിനിടയ്ക്ക് മംഗ്ലീഷ് കയറ്റാൻ പാടില്ല, ഇംഗ്ലീഷ് കയറ്റാൻ പാടില്ല. ഞാൻ ടോപ്പിക്ക് തരാൻ പോകുന്നു. ഇപ്പോ കല്യാണത്തിനോട് എല്ലാ ചെറുപ്പക്കാർക്കും ഒരു വിമുഖത വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ കല്യാണം എന്ന ഈ ഒരു സിസ്റ്റം ഭാവിയിൽ ഇല്ലാതാവുകയാണെങ്കിൽ നമ്മുടെ സമൂഹം ആകെ എന്താ പറയാ, ഒരു കയോസിലേക്കും ഒരു അനാർക്കിസത്തിലേക്കും തകടം മറിഞ്ഞ് അലമ്പായി നാശകോശമാവും എന്ന് എനിക്ക് തോന്നുന്നു. പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഉണ്ട് കല്യാണത്തെ കുറിച്ചൊരു ബുദ്ധിമുട്ട്. കേൾക്കുമ്പോ തന്നെ കല്യാണമോ, താല്പര്യമില്ല. സന്തോഷമായ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ എല്ലാവർക്കും കല്യാണം കഴിക്കാൻ താല്പര്യം കാണും. പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സംസാരിക്കാൻ പറ്റാതെ കുറെ പേര് പിരിയുന്നുണ്ട്. ഞാൻ ഇടപെടട്ടെ? എന്റെ ചോദ്യം വ്യക്തമായോ? മനസ്സിലായി. അപ്പോ ഇത് കാരണം കൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കല്യാണമോ താല്പര്യമില്ല. കാരണം ഓരോ എക്സ്പീരിയൻസ്, അതായത് ഓരോ അനുഭവം കൊണ്ടാണ്. അതാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കാരണം കൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അതായത് പല ആൾക്കാർക്കും അങ്ങനെ മാരേജ് വേണം എന്നുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷെ പല ആൾക്കാർക്കും മാരേജ് വേണ്ടാന്നുണ്ട്. ഇപ്പൊ ലിവിങ് ടുഗദർ, പിന്നെ അതേപോലെ എന്താ ഇപ്പത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് കുറെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസുകൾ തന്നെ ഉണ്ട്. അപ്പോ മാരേജ് നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ നിർബന്ധമാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ മാരേജ് വേണം. നമുക്കൊരു പാർട്ട്ണർ നമ്മുടെ ലൈഫിൽ നമുക്കെല്ലാം തുറന്നു പറയാൻ, നമ്മുടെ കൂടെ ഓരോ സിറ്റുവേഷൻസിലും ഉണ്ടാവാൻ ഒരാൾ വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് തോന്നുന്നു മാരേജ് ഈസ് നോട്ട് നെസസറി. എവരിവൺ ഹാവ് ഇറ്റ്സ് ഓൺ ഫ്രീഡം, ഇറ്റ്സ് ഓൺ റൈറ്റ്സ് ഇൻ ദിസ് സൊസൈറ്റി. സോ മാരേജ് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ഫ്രീഡം. മാരേജ് എന്നുള്ളതൊരു പേഴ്സണൽ ചോയ്സ് ആണ് ഓഫ് കോഴ്സ്. പക്ഷെ എന്റെ ഒരു കോൺസെപ്റ്റില് ഈ യൂണിവേഴ്സിൽ തന്നെ ഒരു നേച്ചറിന്റെ ഒരു ലോ ആണ്. 2 ബീങ്സ് തമ്മിൽ ഒന്നായി ഒരു പുതിയ ജീവൻ ഉണ്ടായി, പിന്നെ അവരൊരു ഫാമിലി സ്റ്റാർട്ട് ആയിട്ട് പോകുന്നത്. ഞാൻ ഒന്നിടപെട്ടോട്ടെ? മോഡറേറ്ററുടെ ചോദ്യം നിങ്ങൾ ആരും ആൻസർ കിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും വേറെ എന്തൊക്കെയോ പറയാണ്. അതല്ല ചോദ്യം. ചോദ്യം സിമ്പിൾ ആണ്. 2050 കല്യാണമില്ല എങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ? സിമ്പിൾ. കേരളത്തിന്റെ ഒരു ബാലൻസ് അല്ലെങ്കിൽ ആ ഒരു ഹാർമണി അത് നഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കും. യെസ്, ഫസ്റ്റ് ജനസാന്ദ്രത കുറയുന്നതോടുകൂടി മനുഷ്യർ തമ്മിൽ ഒരു മനുഷ്യൻ ജനിച്ചാൽ എപ്പോഴായാലും മരണമുണ്ട്. അപ്പോ മാരേജ് സംഭവിക്കേണ്ടതാണില്ലെങ്കിൽ ജനസാന്ദ്രത കുറയും. അതുപോലെ തന്നെ വ്യാപാരങ്ങൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമ്മുടെ നാട്ടിലിപ്പോ സിംഗിൾ പാരന്റ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിംഗിൾ പാരന്റ്സിന്റെ എണ്ണം കൂടുന്നത് സമൂഹത്തിന്റെ പുരോഗതിയാണോ സൂചിപ്പിക്കുന്നത്, അതോ ഇതൊരു ഇഷ്യൂ ആണോ? ഇത് കൺസേൺ ആവേണ്ട ഒരു ഇഷ്യൂ ആണ്? അതൊരു ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു അച്ഛനോ അമ്മയ്ക്കോ
അവരുടെ പിള്ളേരെ നന്നായിട്ട് നോക്കാൻ പറ്റില്ലെങ്കിൽ ഒരിക്കലും ആ കൊച്ചിനെ ഉണ്ടാക്കാൻ പാടില്ല. അതാണ് ഫസ്റ്റ് കോൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഒരു സിംഗിൾ പാരന്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം അക്കോർഡിംഗ് ടു. ഓക്കെ, ഒരു ഫാമിലി എന്ന് പറയുന്നത് അത്രത്തോളം എന്താ പറയാ ഒരു ജെം പോലെയാണ്. സോ സിംഗിൾ പാരന്റിങ്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ പറയുകയാണെങ്കിൽ അത് ഒരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഒരു കുട്ടിയുടെ സൈഡിൽ നോക്കാനാണെങ്കിൽ അതിന് അതിന്റെ പാരന്റ്സ് തമ്മിലുള്ള ഇഷ്യൂസ് ഒന്നും അറിയണ്ട. അതിന് അതിന്റെ അച്ഛന്റെ സ്നേഹം കിട്ടണം, അമ്മയുടെ സ്നേഹം കിട്ടണം. ഒരു കുട്ടിയെ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരാളായിട്ട് വളർത്തണമെങ്കിൽ അതിന് രണ്ടുപേരുടെയും ഗൈഡൻസ് വേണം. ഇപ്പൊ സിംഗിൾ പാരന്റിങ് തെറ്റാണെന്ന് ഞാൻ പറയില്ല. കാരണം എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതെന്നുള്ളത് അങ്ങനെ ആയവർക്കറിയാം. സിംഗിൾ പാരന്റ് തെറ്റാണെന്നോ ശരിയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒന്നും പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ ഇഷ്യൂ എന്താണെന്ന് അനുസരിച്ചിട്ടിരിക്കും. പക്ഷെ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു രീതിയിൽ നോക്കുമ്പോൾ സിംഗിൾ പാരന്റ് ആവുന്നത് നല്ലതാണ്. എന്നാൽ മറ്റൊന്ന് നോക്കുമ്പോൾ കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ സിംഗിൾ പാരന്റ് ആവുന്നത് ഒരിക്കലും നല്ലതല്ല. ഒരു അച്ഛനും അമ്മയുടെയും കെയർ ഒരുപോലെ വേണ്ടതാണ്. അതല്ല ചോദ്യം, അതല്ല ചോദ്യം. സോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ്സ് കുറേ കൂടുന്നുണ്ട്. പക്ഷെ അതിന് ഒന്നെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവില്ല പാർട്ട്നേഴ്സ് തമ്മിൽ, അല്ലെങ്കിൽ അവർക്ക് പിള്ളേരെ നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആക്സിഡൻ്റലി പിള്ളേരുണ്ടാവുന്നവരുണ്ട്. സോ സിംഗിൾ പാരന്റ് ആവുന്നതും ഒരു പ്രശ്നമില്ല. അവർ നന്നായിട്ട് ആ കൊച്ചിനെ വളർത്തി നോക്കി അത്രയും സ്ട്രെങ്ത്തും ബ്രേവ്നെസ്സും കൊടുത്താൽ then being a single parent is not even a problem. That is what I think. Okay, thank you so much. Thank you, second team. Okay, അനുപ്രിയ ചേച്ചി പാപ്പി കൊടുത്തോളൂ. നമ്മൾ ഈ നാട്ടിലൊക്കെ ഈ കല്യാണം കഴിഞ്ഞ് പുതുമോടി ഉണ്ടല്ലോ, അപ്പോൾ ഈ പെൺകുട്ടികളെ പയ്യൻ്റെ ഫാമിലിയിലാക്കിയിട്ട് ഈ ചെറുപ്പക്കാർ വിദേശത്ത് പോകും. അവരുടെ ജോലി അവിടെ ആയിരിക്കും. അപ്പോൾ ഈ പെൺകുട്ടി ഈ പയ്യൻ്റെ വീട്ടുകാരോടൊപ്പം ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇത് ഏത് രീതിയിലുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും ആ ഫാമിലിയിൽ ഉണ്ടാക്കുക? ഇതൊരു ശരിയായ രീതിയാണോ? നമ്മൾ കല്യാണം എന്ന് പറയുന്നത് തന്നെ രണ്ട് മനസ്സും രണ്ട് ശരീരമുള്ള ആൾക്കാർ ഒന്നിച്ച് ജീവിക്കാൻ എടുക്കുന്ന ഒരു തീരുമാനമാണ്. മുൻപോട്ട് ഒരു കുടുംബത്തെ ഒന്നിച്ച് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനമായിട്ടാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ പയ്യൻ്റെ വീട്ടിൽ കുറച്ച് കടമുണ്ട്. എബ്രോഡ് പോയി ജോലി ചെയ്താലേ കാശുണ്ടാക്കാൻ പറ്റൂ, കടം വീട്ടണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്തായാലും ഒരു കുടുംബത്തിന് വേണം. അപ്പോൾ ഒരാൾ പുറത്ത് പോകുമെന്നുണ്ടെങ്കിൽ വൈഫിനെ കൂടി കൊണ്ടുപോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കാം. ഹസ്ബൻഡും വൈഫും ഒരുമിച്ച് തന്നെ ജീവിക്കണം. ലൈക്ക് മാരേജിൻ്റെ ഒരു പേർപ്പസ് തന്നെ. ആകെ മനുഷ്യന് ശരാശരി അവരുടെ ആയുസ് വളരെ കുറവാണ്. ഫിനാൻഷ്യൽ ഒരു സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു ഒപ്പീനിയനിലാണെങ്കിൽ ആ വൈഫ് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ ബി എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കണം. എൻ്റെ രീതിയിൽ കല്യാണം കഴിക്കുന്നത് ഒന്നിച്ച് ജീവിക്കാൻ തന്നെയാണ്. അത്രയും പ്ലാനിങ്ങും കൂടിയൊക്കെ കല്യാണം കഴിച്ചിട്ട് പിറ്റേ ദിവസം ചിലപ്പോൾ ചിലർ ഗൾഫിൽ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ രീതിയിൽ ശരിയാണെന്ന് തോന്നുന്നില്ല. ഒന്നിച്ച് തന്നെ ജീവിക്കണം. എടുത്ത് ചാടി ഒരു ഡിസിഷൻ എടുത്ത് പെട്ടെന്ന് നമുക്ക് ചാടി പിടിച്ചങ്ങ് നടത്താൻ പറ്റുന്ന ഒന്നല്ല വിവാഹം എന്ന് പറയുന്നത്. പരസ്പരം രണ്ട് കുടുംബങ്ങളും ഒരുമിച്ച് ഒരേ രീതിയിൽ അതിന് എൻ്റെ ഒരു ഏറ്റവും വലിയ രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഉത്തരത്തിലോട്ട് വന്നില്ല. നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് വിവാഹം എന്ന് പറയുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതൊന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ്. ഒരാൾ കല്യാണം കഴിക്കുന്നത് അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാനും ഒരു കുടുംബം പുതിയൊരു കുടുംബത്തിനൊരു തുടക്കം നൽകാനും കൂടിയാണ്. ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഹലോ എവ്രിവൺ, ഐ ആം ബിൽറ്റ എബ്രഹാം. അപ്പോൾ സൂപ്പർ സുന്ദരി കോൺടെസ്റ്റ് നടക്കുമ്പോൾ നമുക്ക് ഒരു അവാർഡ് കൊടുക്കാം ഇനി, അല്ലേ? അപ്പൊ ഈ അവാർഡിന്റെ പേര് സുന്ദരി ഓഫ് കണ്ടന്റ്. ഈ ഒരാൾ മിനിറ്റുകൾ കൊണ്ട് ഒരു 10 ക്യാരക്ടറൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട നീതൂസ് ക്രിയേഷൻസിന്റെ നീതു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 2 ആഴ്ച മിനിമം വേണം. ഇത്രയും ചെറിയൊരു കാര്യം എങ്ങനെയാണ് ഇത്രയും ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുന്നത്? എന്താണ് ഇതിന്റെ രഹസ്യം? അങ്ങനെ എന്താ പറയാ, ഞാനിപ്പോൾ ഒരു സ്റ്റോറി എഴുതുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ഒരു 10 ക്യാരക്ടർ 15 ക്യാരക്ടർ അങ്ങനെയൊന്നും വേണ്ട.
പക്ഷേ 5 എണ്ണമാണെങ്കിലും നല്ലതായിരിക്കണം. കാരണം എനിക്ക് കൂടെ ചെയ്യാൻ വേറെ ആരും ഉണ്ടാവില്ല. ഞാൻ തന്നെയാണ് അമ്മ, ഞാൻ തന്നെയാണ് അച്ഛൻ, ഞാൻ തന്നെയാണ് മോള്, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യണത്. അപ്പം എനിക്ക് ആരും കൂടെ ഉണ്ടാവില്ല. അപ്പം നമ്മൾ യൂഷ്വലി എന്താ പറയുക, ഇതേപോലെ കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചെയ്യേണ്ടി വന്നതാണ്. അപ്പോൾ അവാർഡ് നൽകാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സാനിഫ് അലീനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സാനിഫ്, പ്ലീസ് കം ഫോർവേഡ്. ചെറിയൊരു ആദരവ് ചടങ്ങിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. വേറെ ആരുമല്ല, ഇപ്പം തുടക്കത്തിൽ മാം ഒക്കെ പറഞ്ഞ പോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു കുട്ടീനെ ഇവിടെ ആദരിക്കുന്ന ചടങ്ങിലേക്കാണ്. കേരളത്തിൽ ആദ്യമായി നടന്ന ഭിന്നശേഷി കുട്ടികളുടെ സൗന്ദര്യ മത്സരത്തിൽ ഓവറോൾ വിന്നർ ആവുകയും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ ക്ഷണപ്രകാരം നിയമസഭയിൽ ചെന്ന് അഫ്രീൻ ഫാത്തിമയെ ആദരിക്കുകയും ഒപ്പം നമ്മുടെ രാഷ്ട്രപതി ആദരവ് ലഭിച്ച നമ്മുടെ ഏവരെയും പ്രിയപ്പെട്ട അഫ്രീനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് നമുക്ക് അഫ്രീനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹലോ അഫ്രീൻ, സുഖാണോ? യെസ്, ദേ നമ്മുടെ ബോംബെയിലേക്കാണ് റാമ്പ് ചെയ്തേക്കുന്നത്. സണ്ണി ലിയോണുമായി റാമ്പ് വാക്കിലൊക്കെ ചെയ്ത് ദ റാമ്പ് വാക്ക് സ്റ്റാർസിനൊക്കെ വെട്ടിച്ചോണ്ടാണ് നമ്മുടെ അഫ്രീ മോൾ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത്. സോ ഈ ഒരു കയ്യടി പോരാ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗിവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദിസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ബോൾഡ് ഗേൾ അഫ്രീൻ. എങ്ങനെയുണ്ട് ഇവിടുത്തെ റാമ്പ് ഒക്കെ കണ്ടിട്ട്? ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നോ ഇവരൊക്കെ റാമ്പ് ചെയ്തത്? അഫ്രീന്റെ ഒരു വാക്ക് ഞങ്ങൾക്ക് കണ്ടാ കൊള്ളാന്നുണ്ട്. ചെയ്യോ? ചെയ്യാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പം ഈ മോൾക്ക് ആദരവ് നൽകുന്നതിനായിട്ട് ഒരു മൊമെന്റോ ഞങ്ങളുടെ സൈഡിൽ നിന്ന് നൽകുകയാണ്. അതിനുവേണ്ടി ഒരിക്കൽ കൂടി ഷിയാസിക്കനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു അഫ്രീൻ. എനിക്ക് സമ്മാനം കിട്ടിയതിന് താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു മോളെ, താങ്ക് യു. 5 കോntestants ആണ് ഈ മത്സരിക്കാനുള്ളത്. 1 minute ടാസ്ക് ആണ്. ഞങ്ങൾ ഇവിടെ ടൈം പ്രത്യേകം നോട്ട് ചെയ്യുന്നതായിരിക്കും. സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡാസ്ലർ സൂപ്പർ സുന്ദരി 2025. സോ ജഡ്ജസ് പ്ലീസ് നോട്ട് ചെസ് നമ്പർ 6 ഓൺ ടു ദ സ്റ്റേജ്. റെഡിയാണോ? ടെൻഷൻ ഉണ്ടോ? ഇതാണ് ടാസ്ക്. ഇപ്പോൾ തുറന്നോളൂ, വായിച്ചോളൂ. യെസ്, ഐ ആം ആൻ ഒബ്ജക്റ്റ്. പില്ലോ. കുട്ടി പില്ലയാണെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങളുടെ സന്തോഷങ്ങൾ, ഒരു പില്ലയുടെ സന്തോഷവും സങ്കടങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും കാണിക്കണത്? 1 minute. 1 minute ഇപ്പോൾ പില്ലോ ആകാൻ പോവുകയാണ്. രാത്രിയായി, ഇപ്പോൾ വരും ഓടിയിട്ട്. മേത്ത് മുള്ളിൽ കയറി കിടക്കും, ടെൻഷനാവും. രാവിലെ ആകുമ്പോഴേക്ക് വലിച്ചങ്ങ് എറിയും. കണ്ട പരിചയം ഉണ്ടാവില്ല, പൂരപ്പുറമ്പിൽ കണ്ട പരിചയം ഉണ്ടാവില്ല. എന്ത് സ്വഭാവം ഈ മനുഷ്യന്മാരുടെയൊക്കെ. ഞങ്ങൾ പാവം പില്ലോസിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണ്ടേ? ഒന്നില്ലേലും രാത്രി ഒറ്റയ്ക്ക് വന്ന് കിടന്ന് കരയുമ്പോൾ അവരുടെ കണ്ണീര് ഞങ്ങൾ ഒപ്പണില്ലേ? എന്നിട്ട് പോലും പൂരപ്പറമ്പിൽ കണ്ട മൈൻഡില്ല. രാവിലെ ആകുമ്പോഴേക്ക് വലിച്ചെറിയുക, രാത്രി ആകുമ്പോൾ തപ്പും. 2 എണ്ണം എവിടെ? എനിക്ക് ഒരെണ്ണം കൂടി വേണം, കെട്ടിപ്പിടിക്കാൻ ഒരെണ്ണം വേണം, തല വെക്കാൻ വേറെ ഒരെണ്ണം വേണം. ഇതെന്താ ഞങ്ങളിവിടെ 5-6 എണ്ണം ഇങ്ങനെ കിടക്കുന്നെന്ന് വെച്ച് നിങ്ങൾക്ക് കയറി നിരങ്ങാനുള്ളതാ? അതൊന്നും നടക്കൂല, സമ്മതിക്കാൻ പറ്റില്ല ഇതൊന്നും. പിന്നെ ഞങ്ങൾ പാവങ്ങളായോണ്ട് നിങ്ങൾ വന്ന് എന്ത് ചെയ്താലും ഞങ്ങൾ സഹിച്ചും കിടക്കും, ഇരുന്ന് തരും. നിങ്ങൾ പക്ഷെ ഞങ്ങളെ നല്ല മുതലെടുക്കുന്നുണ്ട് കേട്ടോ മനുഷ്യന്മാരെ. ടൈം ഔട്ട്. നല്ലൊരു കയ്യടി കൊടുക്കാം. യെസ്. സോ ഇൻ ബിറ്റ്വീൻ നേഹ മാമിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ചെയ്യുകയാണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ സുന്ദരി ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കേരളത്തിലേക്ക് ഇന്നത്തെ ഒരു ദിവസം വന്നിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എഫേർട്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. First of all, I want to congratulate the milestone makers, the team, the entire team for putting up such a great show with such a unique concept and a good message for the people who judge
women or anybody on the basis of beauty standards set by the society. So heads off to the entire team, and you are doing a wonderful job. You deserve a hug. God bless you. താങ്ക് യു മാം. മാമിന് ടോക്കൺ ഓഫ് ലവ് നൽകുന്നതിന് വേണ്ടി ഒരിക്കൽ കൂടി ദ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ഓഫ് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് മിസ്റ്റർ ഷാൽബിൻ വിനയനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ രണ്ടുപേരും ഒന്ന് ഹോൾഡ് ഓൺ ചെയ്യുക. നമ്മുടെ ഈ ഷോ സൂപ്പർ സുന്ദരി 2025 ഈ ഷോയുടെ ലൈൻ പ്രൊഡ്യൂസറായ ഞങ്ങളുടെ സ്വന്തം ശാന്തനുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി രാത്രിയും പകലൊന്നും ഇല്ലാണ്ട് ഉറക്കമില്ലാണ്ട് കഷ്ടപ്പെട്ട ദ വൺ ആൻഡ് ഓൺലി ഞങ്ങളുടെ സ്വന്തം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ സ്വന്തം ശാന്തനു. ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, എല്ലാ പണിയും ഒരാളാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു സ്റ്റേജിലും കയറത്തില്ല. ഇപ്പോഴും എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഹെഡാണ് അപ്പൂസേട്ടനാണ്. അപ്പൊ അപ്പൂസേട്ടനും ശാന്തനു, എൻ്റെ ടീം, ക്യാമറ, നമ്മുടെ എഡിറ്റേഴ്സ് നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വരണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു അട്രാക്ഷൻ മേടിക്കുന്ന എഡിറ്റേഴ്സിന്റെ ഒരു കഴിവുണ്ട്. ക്യാമറ ടീം വിജിത്ത്, പ്രണവ്, അനന്തു, ഇനി പേര് പറയാത്തതായിട്ട് കുറെ പേരുണ്ട് കേട്ടോ. അവരെല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നേഹ ആൻഡ് ഷാൽബിൻ വിനയനാണ് ശാന്തനുവിന് മൊമെന്റോ നൽകുന്നത്. താങ്ക് യു ശാന്തനു, താങ്ക് യു ഫോർ യുവർ എഫോർട്ട് ആൻഡ് ടൈം. നമ്മുടെ സ്വന്തം ഷിയാസിക്കനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.